ഹലോ ഗേസ്, ഈ കാണുന്നത് ഒരു വാട്ടർഫാൾസിന്റെ ആരംഭമാണ്. ഈ ചെങ്കുത്തായ മലയ്ക്കു താഴെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. ഈ ഒഴുകിപ്പോകുന്ന അരുവിയും വെള്ളം താഴേക്ക് പതിക്കാൻ ആരംഭിക്കുന്ന ചെങ്കുത്തായ മലയും കേരളത്തിലാണ്. എന്നാൽ ഈ വാട്ടർഫാൾസ് പതിക്കുന്നതോ തമിഴ്നാട്ടിലും. കൃത്യമായി പറഞ്ഞാൽ ഒരു വാട്ടർഫാൾസിൻ്റെ മുകളിൽ മനോഹരമായൊരു പാർക്ക് നിർമ്മിച്ച് ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ കാണാം ഇടുക്കി ജില്ലയിലെ ചെല്ലാർകോവിലിനടുത്തുള്ള അരുവിക്കുഴി വ്യൂ പോയിന്റ്. കേരളത്തിലെ പ്രശസ്തമായ മിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളുമുള്ള ജില്ലയാണ് ഇടുക്കി. മൂന്നാറും മറയൂരും വട്ടവടയും തേക്കടിയുമടക്കം നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകൾ. ഇത്തരം പ്രശസ്തമായ സ്പോട്ടുകൾക്ക് പുറമെ ഒട്ടനവധി കൊച്ചു ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഇടുക്കിയിലുണ്ട്. നിങ്ങളുടെ യാത്രാ പ്ലാനുകൾ ഒന്ന് മാറ്റിപ്പിടിക്കാൻ തയ്യാറാണെങ്കിൽ മനോഹരവും വ്യത്യസ്തവുമായ ഇത്തരം സ്പോട്ടുകളും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. അത്തരത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടായ അരുവിക്കുഴി വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇടുക്കി ജില്ലയിലെ വണ്ടൻമേടിനടുത്തുള്ള ചെല്ലാർകോവിലിൽ നിന്നും 2 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് അരുവിക്കുഴി വ്യൂ പോയിന്റിൽ എത്താൻ കഴിയും. കട്ടപ്പനയിൽ നിന്നും 22 കിലോമീറ്ററും കുമളിയിൽ നിന്നും 11 കിലോമീറ്ററും തേക്കടിയിൽ നിന്നും 15 കിലോമീറ്ററുമാണ് അരുവിക്കുഴി വ്യൂ പോയിന്റിലേക്കുള്ള ദൂരം. ഇതാണ് അരുവിക്കുഴി വ്യൂ പോയിന്റിന്റെ പ്രവേശന കവാടം. ഇടുക്കി ജില്ലയിലെ അണക്കര പഞ്ചായത്തിലാണ് ഈ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. പ്രവേശന കവാടത്തിൽ നിന്നും 20 രൂപയുടെ ടിക്കറ്റും എടുത്ത് അകത്ത് കടന്നു. ചെങ്കുത്തായൊരു മലയുടെ അറ്റത്താണ് നമ്മൾ ഈ നിൽക്കുന്നതെന്ന് ഒരു തരത്തിലും മനസ്സിലാവാത്ത തരത്തിലാണ് ഇവിടെ വ്യൂ പോയിന്റ് ഒരുക്കിയിട്ടുള്ളത്. പുൽത്തകടിയും വാക്വേയുമൊക്കെയായി മനോഹരമായൊരു പാർക്കിലെത്തിയതുപോലെയാണ് നമുക്ക് ആദ്യം അനുഭവപ്പെടുക. വ്യൂ പോയിന്റിനകത്താണ് സന്ദർശകരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്ന കെട്ടിടത്തിൽ സന്ദർശകർക്കുള്ള കഫറ്റീരിയയും മറ്റും പ്രവർത്തിക്കുന്നുണ്ട്. കാഴ്ചകൾ കാണാനായി വാക്വേയിലൂടെ താഴേക്ക് നടന്നു. അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ യാതൊരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് അപകട മുന്നറിയിപ്പൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മനോഹരമായ പുൽത്തകിടി, സന്ദർശകർക്ക് വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, ഒപ്പം കൊച്ചു മണ്ഡപങ്ങളും സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അരുവിക്കുഴിയിലെ അരുവിയിൽ ജലനിരപ്പ് കുറവാണെങ്കിലും നീരൊഴുക്കിന് നല്ല ശക്തിയുണ്ട്. ഈ ഒഴുകിപ്പോകുന്ന ജലമാണ് ആ കാണുന്ന മുനമ്പിൽ വെച്ച് താഴേക്ക് പതിക്കുന്നത്. ഇതാണ് വാട്ടർഫാൾസിൻ്റെ വെള്ളം താഴേക്ക് പതിക്കുന്ന മുനമ്പ്. വെള്ളം താഴേക്ക് പതിക്കുന്ന ഈ മുനമ്പിന് മുന്നിലായി ഒരു വടം കെട്ടി പ്രവേശനം തടഞ്ഞിരിക്കുന്നതും കാണാം. ഈ മുനമ്പിന് താഴെ അതിമനോഹരമായൊരു വാട്ടർഫാൾസ് ഉണ്ട്. നമുക്ക് അത് ഇവിടെ നിന്നും കാണാൻ കഴിയില്ല. നമുക്കിവിടെ നിന്ന് ഊഹിക്കാൻ മാത്രമേ കഴിയൂ. നമുക്കിനി ഈ പാലം കടന്ന് അരുവിയുടെ അക്കരയിലേക്ക് പോകാം. പാലം കടന്ന് അക്കരയുള്ള ഭാഗത്തും മനോഹരമായ വാക്ക്വേ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും അരുവിക്കുഴി വ്യൂ പോയിന്റിലേക്ക് നോക്കുമ്പോൾ ഒരു പനോരമിക് വ്യൂ നമുക്ക് ലഭിക്കും. പ്രവേശന കവാടവും പുൽത്തകിടിയും കഫറ്റേരിയയുമെല്ലാം അടങ്ങുന്ന വിശാലമായ പ്രദേശവും ഒപ്പം താഴെയുള്ള അരുവിയുടെ ദൃശ്യവും ഒരൊറ്റ ഫ്രെയിമിൽ ഇവിടെ നിന്നും നമുക്ക് ലഭിക്കും. ഇവിടെയുമുണ്ട് സന്ദർശകർക്ക് വിശ്രമിക്കാൻ ആവശ്യമായ കൊച്ചു മണ്ഡപങ്ങൾ. ഇവിടെ നിന്നും നോക്കുമ്പോഴാണ് ചെങ്കുത്തായൊരു മലയുടെ അറ്റത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന ഫീൽ ഏതാണ്ടൊക്കെ നമുക്ക് ലഭിക്കുക. അരുവിയൊഴുകി താഴേക്ക് പതിക്കുന്നതിൻ്റെ മുഴുവൻ ദൃശ്യവും അപ്പുറത്തേതിനേക്കാൾ ഭംഗിയായി ഇവിടെ നിന്നും നമുക്ക് കാണാൻ കഴിയും. ഈ സൈഡിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്നും നോക്കിയാൽ താഴെയായി തമിഴ്നാട് കാണാം. കുറച്ചുകൂടി അറ്റത്തേക്ക് പോയാൽ മരങ്ങൾക്കിടയിലൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും നമുക്ക് കാണാൻ കഴിയുക ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ്.
ഇതൊക്കെയാണ് അരുവിക്കുഴി വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകൾ. അപ്പോൾ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെയും വ്യൂ പോയിൻറ്റിൻ്റെയും കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.